മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. ഗോതമ്പ് മണി ഫലം പുറപ്പെടുവിക്കുന്നതായി തീരണമെങ്കിൽ അത് അഴിയണം, അതിൻ്റെ തോട് പൊട്ടണം. ഈ ഗോതമ്പ് മണിയുടെ തോട് പറയുകയാണ്, ഞാൻ ഇങ്ങനെയേ ഇരിക്കുകയുള്ളൂ, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോതമ്പ് മണി അതിൽ തന്നെ നശിക്കും. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതിൽ ഒളിഞ്ഞു കിടക്കുന്നതൊക്കെ അങ്ങനെ തന്നെ തീർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അഹങ്കാരത്തിൻ്റെ പുറമൂടി അണിഞ്ഞിരിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? നമ്മൾ പറയാണ്, ഇങ്ങനെയൊക്കെ മതി, ഇതാണ് എൻ്റെ ജീവിതം, ഞാൻ ആര് പറഞ്ഞാലും കേൾക്കില്ല, ഞാൻ ഒന്നും സ്വീകരിക്കില്ല, ഇങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കാതെ, കേൾക്കാതെ, സ്വീകരിക്കാതെ ജീവിക്കുന്നവൻ്റെ ജീവിതം അങ്ങനെ തന്നെ നശിച്ചു പോകുന്ന ജീവിതമായിട്ട് തീരും. അതുകൊണ്ട് മറ്റുള്ളവരെ കേൾക്കാൻ, മറ്റുള്ളവരെ അംഗീകരിക്കാൻ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ, എളിമയോടെ ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗോതമ്പ് മണിക്കുള്ളിൽ ഒരു വിളവെടുപ്പ് തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഗോതമ്പ് മണി അഴിഞ്ഞ് മണ്ണോട് ചേർന്ന് കഴിയുമ്പോൾ അതിൽ നിന്ന് പുതിയൊരു മുള പൊട്ടിപ്പുറപ്പെടുകയാണ്. ആ മുളയിൽ നിന്ന് വളരെയേറെ ഫലങ്ങളുണ്ടാകുന്നു. ഒരു ഗോതമ്പ് മണിക്കുള്ളിൽ ഒരു വിളവെടുപ്പ് തന്നെ ഉണ്ടാവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ നമ്മെ തകർക്കാനല്ല, നമ്മിലെ യഥാർത്ഥ ശക്തിയെ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ അസാധ്യമായ ശക്തി ദൈവം നൽകിയിട്ടുണ്ട്. ഈ ലോകത്തെ കീഴടക്കാൻ, തിന്മയെ കീഴടക്കാൻ, ശത്രുവിനെ കീഴടക്കാൻ, തകർച്ചകളെ മാറ്റാൻ, പ്രതിസന്ധികളെ എതിരിടാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയിട്ടുണ്ട്. ഈ അസാധ്യമായ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നമ്മൾ നേരിടുമ്പോൾ മാത്രമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയാനായിട്ട് സാധിക്കുക. ഒരു ഗോതമ്പ് മണി അഴിയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലെ യഥാർത്ഥ ഫലത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ശക്തിയെ പുറത്തു കൊണ്ടുവരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മറ്റൊരു തലത്തിലേക്കുള്ള വളർച്ചയിലേക്ക് നമ്മളെ നയിക്കും. നമ്മുടെ അവസ്ഥ മാറും. ഈ ഗോതമ്പ് മണി അഴിയാതെ അതേപടി അവിടെ ഇരുന്നെങ്കിൽ, അതിൻ്റെ തോട് പൊട്ടാതെ അത് ആ സുരക്ഷിതത്വത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു എങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് മറ്റൊരു തലത്തിലേക്കുള്ള വളർച്ച നേടിയെടുക്കുകയില്ലായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകൾ നമ്മുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് വളർത്തും, നമ്മുടെ അവസ്ഥയെ മാറ്റും. ഇന്ന് നിന്റെ ജീവിതത്തിൽ തകർച്ചയാണോ, ദുരിതമാണോ, കടങ്ങളാണോ, കഷ്ടപ്പാടുകളാണോ, നീ അധ്വാനിച്ചിട്ടും ഫലമില്ലാത്ത അവസ്ഥയാണോ, ഈ സഹനാനുഭവങ്ങളെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വീകരിക്കാനായിട്ട് നീ സാധിച്ചാൽ നിന്റെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് വളരും. നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ തന്നെ മാറും. നീ വളർച്ചയിലേക്കെത്തും. ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. 3 ചിന്തകളാണ് നമ്മൾ കേട്ടത്. 1, നമ്മൾ അഹങ്കാരത്തിൻ്റെ പുറംമൂടി എടുത്തു കളയണം. 2, പ്രതിസന്ധികൾ നമ്മെ തകർക്കാനല്ല, ഉപരിയായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ പുറത്തു കൊണ്ടുവരാനാണ്. 3,
നമ്മുടെ പ്രതിസന്ധികൾ, സഹനങ്ങൾ, വേദനകൾ നമ്മുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് വളർത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ മാറ്റി പുതിയൊരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ അധ്വാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ. ഈശോയെ ഇവരുടെ പഠനങ്ങളെ ആശീർവദിക്കണമേ. ഈ ദിവസം പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളിലേക്ക് പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇവരുടെ അധ്വാനങ്ങളിൽ ആത്മാവ് ഇവരെ സഹായിക്കട്ടെ. തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് ഇവർക്ക് നൽകണമേ. ഈശോയെ ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.